അപ്പോൾ അവിടെ എനിക്ക് ചുള്ളിയിൽ ആദ്യത്തെ ഒരു സംവിധായകൻ തന്നെ ഞാൻ തന്നെ ആയിരിക്കും. അപ്പം അവിടുന്ന് ഞാൻ എനിക്കിപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ UK മാറി. ഫാമിലിയുടെ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ എല്ലാവരും ഈ മലയാളികൾ പ്രവാസിയായി മാറി. പ്രവാസിയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഷോർട്ട് ഫിലിം അവിടെ രണ്ടാം മുറിവ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് അവിടുത്തെ ലണ്ടൻ ഫിലിം ക്ലബിന്റെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് എനിക്ക് കിട്ടി. അപ്പോൾ അത് ഇംഗ്ലീഷുകാരുടെ കുറേ മൂവീസിന്റെ ഒപ്പം മത്സരിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരു 1-2 പരിചിതമായ കുറച്ച് താരങ്ങളുടെ മുഖങ്ങൾ പോസ്റ്ററിൽ വെക്കാനായിട്ട് അവരെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിൽ അങ്ങനെയൊന്നും അത് വേണ്ട എന്ന് വെച്ചിട്ടാണോ അതോ അവരെ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ടാണോ? കിട്ടാത്തതല്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർ നല്ലൊരു കഥ കേട്ട് കഴിഞ്ഞാൽ വരാൻ തയ്യാറാണ്. ഞങ്ങൾ ആ രീതിയിൽ ഇത് വലിയ രീതിയിൽ ഞങ്ങൾ അത് അങ്ങനെ അപ്രോച്ച് ചെയ്തില്ല. ഞങ്ങൾ അല്ലെങ്കിൽ ഒരു മുഖങ്കിലൊക്കെ അറിയാലോ, പല സിനിമകളുണ്ട് ഒരു മാർക്കറ്റിംഗിന് വേണ്ടി ഉണ്ടായെങ്കിൽ ഞങ്ങളത് മാർക്കറ്റ് ചെയ്യാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു വിശ്വാസമുണ്ട്, നല്ല സിനിമ മലയാളികൾ സ്നേഹിച്ച ചരിത്രമാണ്. ഇപ്പോൾ വാഴ സിനിമ വരുമ്പോൾ അതിൽ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സാണ് മെയിനായിട്ട് അഭിനയിച്ചത്. അതുപോലെ UK ഭൂരിഭാഗം ഇൻഫ്ലുവൻസേഴ്സും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു നല്ല സിനിമേനെ എപ്പോഴായാലും പ്രേക്ഷകർ അങ്ങനെ ആർട്ടിസ്റ്റ് നോക്കാതെ സ്നേഹിക്കും. പിന്നെ ആർട്ടിസ്റ്റുകൾ കുറയുമ്പോൾ അത്രയും ബഡ്ജറ്റ് ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അത് നമുക്ക് ടെക്നിക്കൽ സൈഡിലും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു. പൂർണ്ണമായും UK ചിത്രീകരിച്ച ഒരു സിനിമയുടെ പേര് കണ്ടൻ. ആ ഒരു സിനിമയുടെ സംവിധായകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം ഒരു സകലകല വല്ലഭനാണ്. നമുക്ക് ഇദ്ദേഹത്തിന് തന്നെ തുടങ്ങാം. ജിബിൻ അല്ലേ, നമസ്കാരം. അപ്പോൾ നമ്മളൊരു പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്കൊരു ത്രില്ലർ മൂഡിലുള്ള ഒരു സിനിമയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ പൂർണ്ണമായിട്ടും UK ചിത്രീകരിച്ചൊരു സിനിമ. ഈ 2 മുഖങ്ങളും അത്ര പരിചിതമല്ല. എന്തായാലും എന്താണ് കണ്ടൻ, എന്താണ് ഈ സിനിമയുടെ പിന്നിലുള്ള കഥകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ? എൻ്റെ പേര് ജിബിൻ ആന്റണി. ഇപ്പൊ മൂവി ഒരു ത്രില്ലർ മൂവിയാണ്. പോസ്റ്റർ പോലെ തന്നെ ആദ്യത്തെ സിനിമയാണ്. ഇതിലെല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ്. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഉള്ള ഒരു 90% ആൾക്കാരും പുതിയ ആൾക്കാരാണ്. ആർട്ടിസ്റ്റുകളെല്ലാം പുതിയ ആൾക്കാരാണ്. ഞങ്ങളുടെ UK മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു സിനിമയായിട്ടാണ് ഇത് വരുന്നത്. ഇത് നല്ലൊരു ത്രില്ലർ മൂവി ആയിട്ടാണ് വരുന്നത്. ജൂലൈ 31 തിയേറ്റർ റിലീസ് ആവാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ വിശേഷം. ശരിക്ക് എങ്ങനെയാണ് ഇപ്പൊ ജിബിൻ മലയാളം എവിടെയാണ്? ഇപ്പൊ UK പറഞ്ഞു, പക്ഷെ നാട്ടിൽ എവിടെയാണ്, എങ്ങനെ UK എത്തി, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള സിനിമ പണ്ട് മുതലുള്ളതാണോ, മനസ്സിലുള്ളതാണോ? ഞാൻ അങ്കമാലി മഞ്ഞപ്ര ചുള്ളി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ഒരാൾക്കൊരു സിനിമ സ്വപ്നം കാണാൻ പറ്റിയൊരു സാഹചര്യമല്ല പണ്ട്. ഇപ്പൊ പക്ഷേ മാറി അല്ല, നമ്മൾ ഇപ്പോഴാണ് ഒന്ന് കുറച്ചും കൂടി വന്നത്. അവിടെ എനിക്ക് ചുള്ളിയിൽ ആദ്യത്തെ ഒരു സംവിധായകൻ തന്നെ ഞാൻ തന്നെ ആയിരിക്കും. അപ്പൊ അവിടുന്ന് എനിക്കിപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ UK മാറി. ഫാമിലിയുടെ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ എല്ലാവരും ഈ മലയാളികൾ പ്രവാസിയായി മാറി. പ്രവാസിയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടി. പക്ഷെ നാട്ടിലേക്ക് തുടങ്ങി ഞാൻ ഷോർട്ട് ഫിലിംസും ആൽബം ഇതൊക്കെ ചെയ്യായിരുന്നു. ഞാൻ എഡിറ്ററും ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ എൻ്റെ പ്രൊഫഷൻ ആയതുകൊണ്ട് ഒരു ടെക്നീഷ്യൻ കൂടിയാണ്. അപ്പൊ ക്യാമറ ഇതൊക്കെ ചെയ്തുള്ള പരിചയമൊക്കെ എൻ്റെ ഷോർട്ട് ഫിലിംസിലൊക്കെ ഇതന്നെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് എഴുത്തേൻ്റെ ഒരു പാഷനും കൂടിയാണ്. ഞാനത് അവിടെ ചെന്നിട്ടും തുടർന്നു എൻ്റെ ജോലിയുടെ ഇടയിൽ. അപ്പൊ അതിൽ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ടീമായിട്ട് കൂടി. ഞങ്ങൾ എന്തുകൊണ്ട് അടുത്ത സിനിമ ചെയ്തുകൂടാ എന്നങ്ങനെ ആഗ്രഹത്തിൽ നിന്ന് ഒരു ടീം ബിൽഡ് ചെയ്ത് സിനിമയിലേക്ക് വന്നതാണ്. എത്ര വർഷം ഇപ്പൊ UK എത്തിയിട്ട്? ഞാൻ 3 വർഷമായിട്ട്. 3 വർഷം. അപ്പൊ അവിടെ ചെന്നിട്ടാണ് ഇവരെല്ലാരും പരിചയപ്പെടുന്നു, ഇവരായിട്ടൊക്കെ സൗഹൃദം ഉണ്ടാകും? അതോ നിങ്ങൾ ഇവിടുന്നുള്ള സുഹൃത്തുക്കളാണോ? അല്ലല്ല, തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ടീം ഉണ്ടാക്കും. അത് അടുത്ത ഇവിടെ ഉള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഷോർട്ട് ഫിലിം അവിടെ രണ്ടാം മുറിവ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് അവിടുത്തെ ലണ്ടൻ ഫിലിം ക്ലബിന്റെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് എനിക്ക് കിട്ടി. അപ്പൊ അത് ഇംഗ്ലീഷുകാരുടെ കുറെ മൂവീസിന്റെ ഒപ്പം മത്സരിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. ഷോർട്ട് ഫിലിം. അപ്പൊ അതെനിക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു വഴിയായിരുന്നു. അത് അതിലൂടെ എനിക്ക് ആ ടീമിനെ ഒന്നുകൂടി വലുതാക്കാൻ പറ്റി. നെക്സ്റ്റ് പ്രൊജക്ട് എന്നുള്ള രീതി. അതേ ടീമിന്റെ തന്നെയാണ് അതിൽ അഭിനയിച്ച ഒരാൾ ഇതിലുണ്ട്. ഇത് അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട്. അതായത് UK ഓൾ ഓവർ UK എന്നുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ലണ്ടൻ സൈഡ്, മാഞ്ചസ്റ്റർ സൈഡ്, അതുപോലെ സ്കോട്ട്ലൻഡ്, അങ്ങനെയുള്ള ഓൾ ഓവർ നമ്മൾ കാസ്റ്റിംഗ് കോൾ വെച്ചപ്പോൾ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്നപ്പോൾ അവരൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇതൊരു സിനിമയാക്കാം, ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം വരുന്നത് എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ ഇവിടെ ഒരു 4-5 ഷോർട്ട് ഫിലിംസ് മ്യൂസിക് ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ ചെന്ന് അവിടെ മീൻസ് UK ചെന്നപ്പോൾ നമ്മൾ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തതിന്റെ ബലത്തിൽ ഈ ഇത്രയും റെക്കഗ്നൈസേഷൻ കിട്ടി. അപ്പൊ എപ്പോഴായാലും നമ്മുടെ ഒരു സ്വപ്നമുള്ള മൂവി ചെയ്യുന്നത്. അങ്ങനെ ഞാനത് ഡിസ്കഷൻ നടത്തി. ഇതിൽ ജ്യോതിസ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു കേന്ദ്ര കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പുള്ളിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ത്രെഡ് നമുക്ക് സിനിമയാക്കാൻ പറ്റിയതുണ്ട് എന്നോട് പറഞ്ഞു. നമ്മൾ ആദ്യം ഒരു ത്രെഡ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തു. അത് എന്നാൽ ഞാൻ എഴുതട്ടെ എന്ന് അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എഴുതാൻ പറഞ്ഞു. ഞാനതൊരു പകുതി വരെ എഴുതി.
പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിക്കോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയാണ്, നമുക്ക് ഇതിന് എക്സ്പെൻസ് ഉണ്ട്, ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സിനിമ ആക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആക്കുള്ളൂ എന്ന് പറഞ്ഞു. റെഡിയാക്കാം, നീ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ആദ്യം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, പിന്നെ അത് പല സ്ഥലത്തും പിച്ച് ചെയ്തിട്ടാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നത്. സിനിമ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് എഴുതിയത്. ഇതിന്റെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു കുറെ പേര് കൂടിയിട്ടാണോ ഇതിന്റെ ഒരു അവിടെ നമുക്ക് ഫോർത്ത് വാൾ പിക്ചേഴ്സ് ആണ് അതിന്റെ മെയിൻ പ്രൊഡ്യൂസർ, പിന്നെ കുറച്ച് കോ പ്രൊഡ്യൂസേഴ്സ് UK കുറച്ച് ബിസിനസ് ആയിരുന്നു. അതിൽ സജി, പി കുര്യൻ, അതുപോലെ ഇതിന്റെ മറ്റേ പേര് എല്ലാവരും ഒരുപാട് പേര്, അജു, 3 പേരുള്ളൂ, അജു ജോൺ, അതുപോലെ പേരെന്തായിരുന്നു, സാബു എന്ന് പറഞ്ഞ ചേട്ടനും കൂടി, ഇവർ 3 പേരും കൂടി ഇത് മെയിൻ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു കമ്പനി ഞങ്ങൾക്കുണ്ട്, അത് ഫോർത്ത് വാൾ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. മെയിനായിട്ട് പ്രൊഡക്ഷന് വേണ്ടി ഒരു കൂട്ടായ്മയുടെ. അത് പിന്നെ ഈ പറഞ്ഞ എല്ലാവരും ഇതിൽ പുതുമുഖങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇതുപോലെ അവരുടെ കലയോട് സ്നേഹമുള്ള മലയാളികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എങ്ങനെയെങ്കിലും ഒരു 1-2 പരിചിതമായ കുറച്ച് താരങ്ങളുടെ മുഖങ്ങൾ പോസ്റ്ററിൽ വെക്കാനായിട്ട് അവരെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിൽ അങ്ങനെയൊന്നും അത് വേണ്ട എന്ന് വെച്ചിട്ടാണോ അതോ അവരെ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ടാണോ? കിട്ടാത്തതല്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർ നല്ലൊരു കഥ കേട്ട് കഴിഞ്ഞാൽ വരാൻ തയ്യാറാണ്. ഞങ്ങൾ ആ രീതിയിൽ ഇത് വലിയ രീതിയിൽ ഞങ്ങൾ അത് അങ്ങനെ അപ്രോച്ച് ചെയ്തില്ല. ഞങ്ങള് അല്ലെങ്കിൽ ഒരു മുഖെങ്കിലൊക്കെ അറിയാലോ, പല സിനിമകളുണ്ട്, ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഞങ്ങളത് മാർക്കറ്റ് ചെയ്യാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു വിശ്വാസമുണ്ട്, നല്ല സിനിമ മലയാളികൾ സ്നേഹിച്ച ചരിത്രമാണ്. ഇപ്പൊ വാഴ സിനിമ വരുമ്പോൾ അതിൽ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് മെയിനായിട്ട് അഭിനയിച്ചത്. അതുപോലെ UK ഭൂരിഭാഗം ഇൻഫ്ലുവൻസേഴ്സും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു നല്ല സിനിമേനെ എപ്പോഴായാലും പ്രേക്ഷകർ അങ്ങനെ ആർട്ടിസ്റ്റ് നോക്കാതെ സ്നേഹിക്കും. പിന്നെ ആർട്ടിസ്റ്റുകൾ കുറയുമ്പോൾ അത്രയും ബഡ്ജറ്റ് ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും, അത് നമുക്ക് ടെക്നിക്കൽ സൈഡിലും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിലെ കണ്ടന്റാണ് മെയിൻ എന്ന് പറഞ്ഞാൽ, അതാണ് നമ്മുടെ ഒരു എയിം. അപ്പൊ ഇതിന്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ചത്, നിങ്ങൾ എല്ലാം ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ആദ്യം മുതൽ ഇത്ര ദിവസം അങ്ങനെ ഒരു വെൽ പ്ലാൻഡ് ആണോ, അതോ നിങ്ങളുടെയൊക്കെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന പോലെയാണോ? എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? എങ്ങനെയായിരുന്നു? UK സംബന്ധിച്ച് നോക്കി കഴിയുമ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും ഫ്രീ ആവാൻ പറ്റില്ല. കാരണം എല്ലാവരും പല ജോലി ചെയ്യുന്നവരാണ്. അവിടെ ജോലി ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും വലിയൊരു ബാധ്യത വരും. അപ്പൊ എല്ലാവരും ഒരു 5 ദിവസം ജോലി ചെയ്യും, 2 ദിവസം മാറ്റി വെക്കും. അപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ അങ്ങനെ ഒരു ഷിഫ്റ്റ് അവരൊരു പ്ലാനിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസത്തെ ഷൂട്ടിലേക്ക് എല്ലാവരോടും മാറ്റി വെക്കാൻ പറഞ്ഞു. ഒരു സാറ്റർഡേസ് നമ്മൾ ഷൂട്ട് ചെയ്യാറ്. ആ സാറ്റർഡേസ് അവൈലബിലിറ്റി അനുസരിച്ച് നമ്മളെ നിഷ എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, പുള്ളിക്കാരി അത് ചാർട്ട് ചെയ്തു, ഓരോരുത്തരുടെ ഷൂട്ട് എന്താണെന്നുള്ളത് ആദ്യമേ എല്ലാം ചാർട്ടാക്കി. എല്ലാ ദിവസവും ഇങ്ങനെ ഇതിപ്പോൾ 6 മാസം കൊണ്ട് ഷൂട്ട് ചെയ്തെന്ന് ഞങ്ങൾക്ക് ആദ്യമേ അറിയാം. 6 മാസത്തോളം ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഡ്രസ്സിൽ ഇന്ന ആൾക്കാർ ഇത്ര ആൾക്കാർ വേണം എന്നുള്ള ആദ്യമേ ഞങ്ങൾ ചാർട്ട് ചെയ്തു. അവരാണ് ചാർട്ട് ചെയ്തിട്ട് എല്ലാം അത് പ്ലാനായിട്ട് എല്ലാവരും അതേ ടൈമിൽ അതേ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത് എല്ലാവരും ആ ഒരു 6-7 മാസത്തോളം നിന്നു. അത് എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു ആദ്യത്തെ സിനിമ വളരെ ഭംഗിയായിട്ട്. ഒരു 5-6 മാസത്തെ ഒരു 6 മാസത്തെ ഷൂട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ എവിടെയായിരുന്നു? പോസ്റ്റ് പ്രൊഡക്ഷൻ ഇവിടെ കൊച്ചിയിലായിരുന്നു നമ്മൾ ചെയ്തത്. ഫുൾ സ്ക്രീൻ സിനിമാസ് എന്ന് പറഞ്ഞ കപിലിന്റെ നേതൃത്വത്തിൽ ബെന്നി ആശംസയാണ് ഒരു സീനിയർ ഡയറക്ടറാണ് അതിന്റെ. നമ്മുടെ എഡിറ്റർ കപിലിന്റെ സ്റ്റുഡിയോയില് എഡിറ്റർ ഞാനാണ്, സ്റ്റുഡിയോയിലാണ് സുരേഷ് എന്ന് പറഞ്ഞ ആളാണ് അവിടെ ഗ്രേഡ് ചെയ്തത്. എല്ലാം നോക്കി കണ്ട് നടന്നത് ബെന്നി ചേട്ടനാണ്, സീനിയർ ഡയറക്ടറാണ്. പുള്ളിയാണ് ഇവിടെ ഡബിങ് ആയാലും കാര്യങ്ങളൊക്കെ നേരിട്ട് നിന്ന് നമുക്ക് നാട്ടിൽ നിന്ന് അതിനുവേണ്ടി വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡബിംഗ് എല്ലാം എവിടെയാണ് ചെയ്തത്? ഡബിംഗ് ഒരു 80%. അതായത് അവിടുത്തെ അഭിനയിച്ച പല ആർട്ടിസ്റ്റുകളുടെ ശബ്ദം നൽകിയത് ഇവിടെയുള്ള ഡബിംഗ് ആർട്ടിസ്റ്റുകളാണ്. കുറച്ച് ഫെയിമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ശബ്ദങ്ങളായി. പിന്നെ അതിലൊരു മാർക്കറ്റിംഗ് തന്ത്രം കൂടി ഉണ്ടായിരുന്നു. കാരണം പുതുമുഖങ്ങളുടെ ശബ്ദം പെട്ടെന്ന് രജിസ്റ്റർ ആകാൻ കുറച്ച് പാടാണ്. സിനിമ ആണെന്ന് ആർട്ടിസ്റ്റും പുതിയത് ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഡയലോഗുകൾ അങ്ങനെ കൺവിൻസ് ആകാൻ കുറെ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഞങ്ങൾ കേട്ട ശബ്ദങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ഈസിലി പടമായിട്ട് കണക്ട് ആകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും ചെയ്തു. പിന്നെ ഇതിന്റെ സോങ്സ് മ്യൂസിക് അതിലൊക്കെ കുറച്ച് പരിചിതമായ ശബ്ദങ്ങളുണ്ട് അല്ലേ? അതെ. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്സൺ ജോൺ എന്ന് പറഞ്ഞ പുതുമുഖാണ്. ഒരു മൂവി ചെയ്തിട്ടുണ്ട്, ഓശാന എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു സോങ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 2ാമത്തെ വർക്കാണ്. BGM ഫസ്റ്റ് വർക്കാണ്. സോങ് പാടിയിരിക്കുന്നത് ഒന്ന് സൂരജ് സന്തോഷാണ്. അപ്പൊ പുള്ളി വളരെ സെലക്റ്റീവായിട്ട് മാത്രം സോങ്സ് സെലക്ട് ചെയ്യേണ്ടതാണ്. പുള്ളി ഞങ്ങളുടെ പാടി തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. അതുപോലെ സിത്താര പാടുന്നൊരു ഐറ്റം സോങ് പോലത്തെ ഒരു സോങ് ഉണ്ട്. അതുപോലെ 5 ജോസഫിന്റെ ഒരു സോങ്, 3 സോങ് ഇറങ്ങി. ആൾക്കാർ അത്യാവശ്യം നല്ല അഭിപ്രായമാണ് സോങ്ങുകളൊക്കെ പറയുന്നത്. അപ്പൊ ഹാപ്പിയാണ് അതിന്റെ ഒരു. തീർച്ചയായിട്ടും വളരെ എക്സൈറ്റ്മെന്റിലിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഷൂട്ടിംഗ് സമയത്ത് ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തിട്ട് കുറച്ച് മാസങ്ങൾ എടുത്തിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുള്ളൂ എങ്കിലും അവിടുത്തെ ഒരു രീതി ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് പല സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ. നമുക്ക് ഷൂട്ടിങ്ങിന്റെ ഈ പറയുന്ന പെർമിഷൻ എടുക്കല് അവിടെ എങ്ങനെയാണ്? ഇപ്പൊ എനിക്കും അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അവിടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആണോ? അവിടെ ഒരിക്കലും ഈസി അല്ല.
ഒന്നാമത് നമ്മുടെ അവൈലബിലിറ്റി നമ്മൾ തന്നെ അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ ഞാൻ അവൈലബിൾ ആകുന്ന ഇവിടെ നമ്മളൊന്ന് റോട്ടിൽ ക്യാമറ വെക്കണമെങ്കിൽ പേരെ അവിടുത്തെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി എഴുതി അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അവിടെയാണ് അതിന്റെ രീതി. നമ്മൾ റോഡ് ഷൂട്ട് ചെയ്യണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിഷൻ എടുക്കണം, റോഡ് ബ്ലോക്ക് ചെയ്യണതിന് പെർമിഷൻ എടുക്കണം, അതുപോലെ അവിടുത്തെ കൗൺസിലിന്റെ പെർമിഷൻ എടുക്കണം. പക്ഷെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നമുക്ക് പെർമിഷൻ ഒന്നും വേണ്ട, അവർ ഈ ഓണറുടെ പെർമിഷൻ മാത്രം മതി. ഞങ്ങൾ പരമാവധി അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലും അങ്ങനത്തെ റോഡുകൾ വേണ്ട കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായുള്ളൂ, അത് അവിടുത്തെ ഏരിയയിലേക്ക് അത് ചുരുക്കി ആ ഒരു ഏരിയയിൽ. ഈ പല സ്ഥലത്ത് പോകുമ്പോൾ ഓരോ കൗൺസിലിലും നമ്മൾ അത് മാത്രമല്ല അത് എക്സ്പെൻസീവ് കൂടിയാണ്. അപ്പൊ അങ്ങനെ പെർമിഷൻ എടുത്ത് നമ്മൾ എല്ലാ പെർമിഷൻ എടുത്ത് ചെയ്ത് പെർമിഷന്റെ കേസൊക്കെ ഞങ്ങൾ അത് എല്ലാ കാര്യങ്ങൾക്കും സോർട്ട് ചെയ്യാനായിട്ട് ഒരു നമ്മൾ അത് കറക്റ്റായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പറ്റും, മറ്റൊന്ന് ഓർഗനൈസ് ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ പോയി അതിനൊരു ടീം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. പിന്നെ ഞങ്ങൾ Airbnb കുറെ വീടുകൾ ബുക്ക് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടിയുള്ള ലൊക്കേഷൻസ് ബുക്ക് ചെയ്തു. അപ്പൊ അവരുടെ പെർമിഷൻസ്. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ് റെന്റ് അവർ മേടിക്കുന്നത്. നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റെന്റ്, പൈസയുടെ കേസും കുറച്ച് പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ഇവിടത്തെക്കാളും പാടാണ്, കാരണം നമുക്കൊരു ഷൂട്ടിന് വേണം ആ ഒരു ടീമായിട്ടാണല്ലോ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ടീമിന്റെ അവൈലബിലിറ്റി ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഒരാൾ വരുമ്പോൾ അടുത്താളുണ്ടാവില്ല, അടുത്താൾ വരുമ്പോൾ അടുത്താളുണ്ടാവില്ല, എല്ലാവരുടെയും ജോലി ഷിഫ്റ്റ് ഒരേ രീതി വരില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ പ്രധാന ആ പോസ്റ്ററിൽ കാണുന്ന ഒരു രണ്ടുപേര് ആരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ? അത് ഒരാള് ആദി എന്ന് പറയുന്നത്, ആദി അനന്ത പത്മനാഭൻ എന്നാണ് പുള്ളിയുടെ പേര്, ലണ്ടൻ സൈഡാണ്. രണ്ടാമത്തെ ആള് റെജീന ഡേവിഡ്സൺ എന്ന് പറഞ്ഞിട്ട് പുള്ളി മാഞ്ചസ്റ്ററുള്ള ആളാണ്. രണ്ടുപേരും ചെറിയ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നവരാണ്. അതിലൂടെ ഓഡീഷനിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ക്യാരക്ടറിന് ഒക്കെ അതിൽ അഭിനയിച്ചു. ജിബിൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ഞാൻ ചോദിച്ചാൽ അത് എല്ലാ ജോലിയും ചെയ്യുന്നോണ്ട് അത് വേണ്ടെന്ന് വെച്ചാണോ അതോ ബേസിക്കലി അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്? എനിക്ക് ഡയറക്ഷൻ ബാക്കിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ താല്പര്യം. ഞാൻ എടുത്ത കാര്യങ്ങൾ തിരിച്ച് കാണുമെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ. അങ്ങനെ അപ്പൊ അങ്കമാലിക്കാരനാണ്, ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്. അപ്പൊ നാട്ടിലുള്ള സമയത്ത് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് ആ സമയത്ത് ഒരു സിനിമ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു യാത്ര ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു നമ്മളെപ്പോഴും ഒരു ഫുള്ള് നമ്മൾ ഇപ്പോ അങ്കമാലി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്കമാലി ഡയറീസിലൂടെ കുറെ അങ്കമാലി എന്ന് പറഞ്ഞപ്പോ ഒരുപാട് പേര് സിനിമയിൽ വന്നിട്ടുണ്ട് അങ്കമാലി. ഞാൻ ചോദിച്ചാൽ അന്നൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്? ഞാൻ തീർച്ചയായിട്ടും നടത്തിയിട്ടില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു സമയമായിരുന്നു. അത് കാരണം ഒന്നാമതിൽ നമ്മുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഷോർട്ട് ഫിലിംസിലൂടെ നമ്മുടെ സർക്കിളിൽ മാത്രം ആക്ച്വലി ഞാൻ ഒരു മൂവി അസിസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ മൂവി ഞാൻ ശരിക്കും പറയാം മൂവിയുടെ സെറ്റിൽ എനിക്ക് ഈ സിനിമയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല, ഇത് പഠിക്കാനോ ഇതെന്താണോ അവിടെ നടക്കാനെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ എനിക്ക് ഇതിനോട് വലിയ ആഗ്രഹങ്ങളായിരുന്നു. ഞാൻ ഈ ദൃശ്യത്തിൽ മോഹൻലാൽ സിനിമകൾ കണ്ട് കാര്യങ്ങൾ പഠിക്കണവരെ ഞാൻ സിനിമകൾ കണ്ട് ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ എൻ്റെ പല ഷോർട്ട് ഫിലിം എന്തെങ്കിലുമൊക്കെ ഞാൻ പരീക്ഷണങ്ങൾ നടത്തും. മീൻസ് എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് പരീക്ഷണമായിരിക്കില്ല, അവർ ആ ഷോട്ട് എടുത്ത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും അതുപോലെ എടുത്ത് നോക്കും. അതിൽ എഴുതുമ്പോൾ ആ രീതികൾ പരീക്ഷിക്കും, എഡിറ്റ് ചെയ്യുമ്പോൾ പരീക്ഷിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് തന്നെ കിട്ടുമല്ലോ ഔട്ട് ഇറങ്ങുമ്പോൾ. അങ്ങനെ ഞാൻ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്തത്. അതല്ലാതെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ഇല്ല ജീവിതത്തിൽ. ഈ പറഞ്ഞ അന്ന് ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പോവുക അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മള് ഏറ്റവും താഴേക്കടയിൽ നിന്ന് നമ്മൾ അങ്ങനെ മുകളിലെത്തിയിട്ടില്ല. പക്ഷെ ആ ഒരു ഫൈറ്റ് ആയിരുന്നു വീട്ടിലെ കാര്യങ്ങൾ എല്ലാം. നമ്മൾ അത് ഒരു കുറ്റമല്ല, പലർക്കും പല സാഹചര്യങ്ങളുള്ളൂ. അപ്പൊ നമുക്ക് വീട്ടിലെ കാര്യങ്ങളായിരുന്നു ആ സമയത്ത് പ്രയോറിറ്റി. അതിന്റെ ഒപ്പം സൈഡായിട്ടായിരുന്നു നമ്മളത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ജോലിക്കിടയിലും എല്ലാത്തിന്റെ ഇടയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇതൊരു പാഷൻ ആയതുകൊണ്ട് ഇതെന്റെ സൈഡിൽ ഇതെന്റെ ഒരു ഭയങ്കരമായൊരു പാഷനാണ്. ഇതിനു വേണ്ടി ഇപ്പൊ ഈ ഒരു സിനിമ ചെയ്യാനായിട്ട് കുറച്ച് റെഫറൻസുകൾ എടുത്തിട്ടുണ്ട്, കുറച്ച് സിനിമകൾ കാണുക. ഈ ഒരു സിനിമയ്ക്ക് ഇപ്പൊ ഇതൊരു ത്രില്ലർ മൂഡിലുള്ള സിനിമയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു വേണ്ടി ഏതെങ്കിലും കുറച്ച് സിനിമകൾ നമ്മൾ കണ്ട സിനിമകൾ, അതൊരിക്കലും ഒരു കോപ്പിഡി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. അത് ചിലപ്പോൾ ചില ഷോർട്സ് എടുക്കുമ്പോൾ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ട്? ഞാൻ ഇതിന് വേണ്ടിയിട്ട് സിനിമകൾ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയും പണ്ട് തുടങ്ങിയുള്ള സിനിമ, മലയാള സിനിമയാണ് എന്റെ ഏറ്റവും വലിയ റെഫറൻസ്. ജിത്തു ജോസഫിന്റെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് മെമ്മറീസ് ആയാലും ദൃശ്യമായാലും കാരണം വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തിട്ട് നമ്മൾ അത്രയും രീതിയിൽ ത്രില്ലടിപ്പിക്കുന്ന ആ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ എനിക്ക് വളരെ രീതിയിൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അതുപോലെയൊക്കെ വരണം, അതുപോലെ ആൾക്കാർ ത്രില്ലടിക്കണം, സസ്പെൻസ് കണ്ടിട്ട് ആളുകളുടെ ഞെട്ടണം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഇത് എപ്പോഴൊക്കെയോ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ കയറി പതിഞ്ഞിട്ടുണ്ട്. ഞാൻ വേൾഡ് സിനിമകൾ അതും കണ്ടിട്ടില്ല, അതൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും മലയാള സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞു, അതിന് മുമ്പ് ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുള്ള മറ്റു സംവിധായകർ എനിക്കല്ല ജോണർ. ഞാൻ അങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ചില സംവിധായകരുടെ സിനിമകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒറ്റ ഉത്തരം പറയാൻ പറ്റില്ല. കാരണം നമ്മള് സിനിമകള് എല്ലാ സിനിമയും സ്നേഹിക്കുക എന്നുള്ളൊരു, നല്ല ആർട്ടുകളെ സ്നേഹിക്കുക എന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ കാണുന്നത്. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും. നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതിനെ നമ്മൾ ഇത് ചെയ്യും, മറ്റേതിനെ നമ്മളത് പരാജയപ്പെട്ടു പോയി എന്നുള്ള രീതിയിലല്ലേ കാണുള്ളൂ. പക്ഷെ അങ്ങനെ എനിക്കിപ്പോഴും
എനിക്ക് തോന്നുന്നു ദൃശ്യമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് സിനിമ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവും. തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഞാൻ അത്രയും പുള്ളിനെ മെമ്മറീസ്. ഞാൻ പ്രൊജക്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എവിടെയായിരുന്നു അത്? ഏത് തിയേറ്ററിലായിരുന്നു? അത് കാർണിവൽ സിനിമാസ്. കാർണിവൽ. അവിടെ അങ്ങനെ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഞാൻ ക്യൂബിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് മൂവികൾ ഇൻജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്ററുകൾ പോയിരുന്നു. ലാൽ മീഡിയയുടെ സ്റ്റാഫായിട്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പൊ പല തിയേറ്ററിലും ചെല്ലുമ്പോൾ ഞാൻ ദൃശ്യം ഓടുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ എല്ലാ തിയേറ്ററും ദൃശ്യമാണ്. അപ്പൊ അവിടെ ചെന്ന് വല്ല എറർ എന്തെങ്കിലും അത് നോക്കാനായിട്ട് നമ്മൾ വിളിക്കുവരും, അല്ലെങ്കിൽ പടം ഇൻജസ്റ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ മൂവി കഴിഞ്ഞിട്ടുണ്ട്. ലാൽ മീഡിയയുടെ സ്റ്റാഫ് ആയിട്ടായിരുന്നു അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി തുടക്കത്തെ എന്തോ ഒരു ഇന്റേണൽ എഗ്രിമെന്റ് ആണ് അവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ക്യൂബിന് വേണ്ടിയിട്ട്. ക്യൂബിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജെയ്സൺ എന്ന് പറഞ്ഞ ആളുടെ അങ്കവാലിയൊക്കെ സൈഡ് നോക്കുന്ന പുള്ളിയാണ്. അപ്പൊ അങ്ങനെ ഈ സിനിമകളോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എവിടെ വർക്ക് ചെയ്താലും അവിടെ ഒരു സിനിമയുടെ ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായതാന്ന് എനിക്ക് സിനിമ ഇഷ്ടമാണ്. അപ്പൊ ആരുടെ ഡയറക്ഷൻ ആയാലും നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. ത്രില്ലർ സിനിമകളോട് ഒരു വലിയ ഇഷ്ടമാണ്. ആദ്യമേ തൊട്ട് ഇഷ്ടമാണ്. ഇപ്പൊ ഇതിന്റെ റിലീസിന് വേണ്ടിയാണ് ഇപ്പൊ UK എന്ന് പറഞ്ഞത്. എനിക്ക് ജിബിൻ മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ആരെങ്കിലും വരുമോ റിലീസിനോടനുബന്ധിച്ചിട്ട്? റിലീസിന് ചിലപ്പോൾ ഫസ്റ്റ് ഷോയ്ക്ക് കുറച്ച് പേര് വന്നേക്കാം. അവര് മാക്സിമം ട്രൈ. എല്ലാവരും UK തന്നെയാണ്. അവിടെ പെട്ടെന്ന് വരിക എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന്റെ സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് പോലും ഉറപ്പുണ്ടായില്ല ഇന്നിവിടെ എത്താൻ പറ്റുന്നു. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോന്നു. ആരെങ്കിലും വരണ്ടേ. അപ്പൊ എങ്ങനെ ഇവിടെയും റിലീസ് ഉണ്ട് അവിടെയും റിലീസ് ഉണ്ട്? തീർച്ചയായിട്ടും. UKയിലും ഒരു 30ഓളം തിയേറ്റർ സെന്റേഴ്സ്. അതായത് ഒരു വലിയ മൂവി ഇറങ്ങുന്ന അതേ ഒരു പ്രൗഢിയോട് കൂടിയാണ് നമ്മുടെ പടം ഇറങ്ങുന്നത്. ഇപ്പൊ ന്യൂറി തിയേറ്ററിൽ നമ്മുടെ സിനിമ ഇറങ്ങും. അവിടെ ചെണ്ടമേളം വരെ അവർ ബുക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ആഘോഷമായിട്ട് മലയാളികളെ ആഘോഷിക്കുന്നുണ്ട് അവിടെ. കാരണം ഇങ്ങനൊരു സിനിമ ആദ്യമാണ്. അവിടുത്തെ ആർട്ടിസ്റ്റുകൾ, അവിടുത്തെ ഡയറക്ടർ, അവിടുത്തെ കഥ, അവിടുത്തെ UKയിലെ കഥ തന്നെയാണ് നമ്മൾ പറയുന്നത്. അവര് ഇവിടെ നിന്ന് എല്ലാ സിനിമകളും നമ്മൾ UKയിൽ ചെന്നിട്ടാണ് കളക്ഷൻ മേടിക്കുന്നത്. അവിടെയും 10 ലക്ഷത്തോളം മലയാളികളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്നൊരു സിനിമ UKയിൽ നിന്ന് ഇങ്ങോട്ടും വരുന്ന കളിക്കുന്നു. അപ്പൊ അവിടെയും കളിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പൊ അത് അവർക്കൊരു അഭിമാനമായിട്ടാണ്. മലയാളത്തിൽ ആദ്യമായിട്ടൊരു പടം അങ്ങനെ വന്നിട്ട് അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും വരുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഉണ്ടാവും കുറച്ച് ദിവസം റിലീസൊക്കെ ആയിട്ട്? ഞാനൊരു 10 ദിവസത്തെ ലീവ്. പിന്നെ ബാക്കി പ്രൊമോഷൻ അവിടെയാണ്. UKയിൽ അവർ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യണം. അവർക്ക് ഗൈഡൻസ്. അടുത്ത ഇതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടായ്മയിൽ അടുത്ത സിനിമ എന്തെങ്കിലും പ്ലാനിങ്? തീർച്ചയായിട്ടും സിനിമകളുണ്ട്. ഇനി സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. കാരണം തുടക്കമാണല്ലോ. അപ്പൊ ഇനി കഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ ഇനി അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ പുറത്തു വരും. ഇപ്പൊ ഞാൻ തന്നെ ചെയ്യണമെന്നില്ല. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളുടെ സിനിമ തന്നെയായിട്ടാണ് ഏതെങ്കിലും ഒരു പാർട്ടായിട്ട് ഞാനും ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും നടക്കട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ശരി.